ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാംഗ്ലോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. വോൾട്ടേജ് മിന്നിക്കൊണ്ടിരിപ്പുണ്ട്, മിന്നാമിന്നി മാതിരി. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് വെട്ടം കൂടുതലും ഇടയ്ക്ക് വെട്ടക്കുറവും ഒക്കെ വരുന്നത്. എന്നാന്ന് അറിയത്തില്ല. രാവിലെ ഇപ്പോൾ കറണ്ട് പോട്ടെ ഇപ്പം വന്നതേ ഉള്ളൂ. പക്ഷേ അന്നേരം വോൾട്ടേജ് ഇങ്ങനെ വേരിയേഷൻ ആയിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. എന്നാന്നത് ചിലപ്പോൾ വല്ലയിടത്തും പണിയുന്നതിൻ്റെയോ അല്ലെങ്കിൽ ടച്ചിങ്ങോ എന്തെങ്കിലും ആയിരിക്കും. ഇന്ന് ഇപ്പോൾ കുറേ ആയിട്ട് താഴെ പണിയുന്നില്ല. അവർ പണി മെഷീൻ ഓണാക്കുമ്പോഴും ഇതേ മുടക്കം തന്നെയാണ്. പക്ഷെ ഇപ്പം ഇന്ന് അവിടെ പണി നിന്നില്ല. അപ്പം ഇന്ന് രാവിലെ ഉണ്ടല്ലോ, ഇന്ന് വലിയ ഹാപ്പി ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. ഇന്ന് രാവിലെ ചേട്ടാ 5 മണിക്ക് എണീറ്റ് എല്ലാവർക്കും ചേട്ടായുടെ കുറേ ആൾക്കാരുണ്ട് വാട്സപ്പിൽ. അതിനകത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. ആദ്യം ചേട്ടായുടെ നമ്പറായിരുന്നല്ലോ കൊടുത്തിരുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ചേച്ചിക്കുട്ടി ചേട്ടായി രാവിലെ ഗുഡ് മോർണിംഗ് അങ്ങോട്ട് അയച്ച ഉടനെ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് കോള് വിളിച്ചിട്ട് ആൾ കരയുക, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഒരമ്മയാണ് കേട്ടോ. ഒരമ്മയുടെ കണ്ണുനീരാണേ. എൻ്റെ ദൈവമേ, നമ്മുടെ ഒരു ചേച്ചിക്കുട്ടിയാണ് കേട്ടോ. എപ്പോഴും വിളിക്കുകയും പറക്കുകയും നമ്മുടെ വിഷമ സമയങ്ങളിലൊക്കെ നമ്മളെ ആശ്വാസങ്ങൾ കൊണ്ട് പുതിയൊക്കെ ചെയ്യുന്നൊരു ചേച്ചിയാണ്. ഓരോ നല്ല കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞൊക്കെ തന്നാണെങ്കിലും ഒക്കെ കേട്ടോ, ഓരോ ശ്ലോകങ്ങളും അല്ലെങ്കിൽ ആൾ തന്നെ ചൊല്ലിയൊക്കെ എനിക്ക് ഇട്ട് തരും, എനിക്ക് മനസ്സമാനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ചേട്ടായിനെ വിളിക്കുന്നത്. എന്നെ സിന്ധു മോളെന്ന് കൊച്ചെന്നൊക്കെ വിളിക്കും കേട്ടോ, അനിയത്തിക്കുട്ടിന്നും ഒക്കെ വിളിക്കും. അപ്പം ചേട്ടായി സിന്ധു എണീറ്റോന്ന് ചോദിച്ചു. അപ്പം ഞാൻ കേട്ടോണ്ട് കിടക്കുകയാണ്. എണീറ്റ് ഈ കട്ടിലേന്ന് പോന്നിട്ടില്ല. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഈ കാലിൻ്റെ നഖം പറിച്ചതിന് ശേഷം വെളുപ്പിന് എണീക്കുമ്പോൾ തണുപ്പാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ചുളികൊളുപ്പ് ഭയങ്കര വേദനയായിരുന്നു. അല്ലെ ഞാൻ 5 മണിക്ക് എണീറ്റ് ചേട്ടായിക്ക് ഗ്ലാസ് കട്ടൻ ചായ ഇട്ടുകൊടുത്ത് എക്സസൈസും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എക്സസൈസും ചെയ്യുന്നില്ലല്ലോ. അപ്പോഴത്തേനും മഞ്ഞും കൂടെ ആയതുകൊണ്ട് തുമ്മലും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അനങ്ങാതെ പമ്മി അവിടെ കിടക്കുക. ചേട്ടായി എണീറ്റ് ചെയ്ത് വാട്സപ്പ് നോക്കി ഞാൻ കാണുന്നുണ്ട്. അപ്പോഴത്തേനും ചേട്ടായി പറഞ്ഞു ഞാൻ എണീറ്റില്ലെന്ന് ഓർത്ത്. ഇല്ല ചേച്ചി എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ചങ്ക് പൊട്ടി കരയാണ്. ചേട്ടായി സിന്ധുവിനോടൊന്ന് പറയുമോ, മാതാവിൻ്റെ അടുത്ത് തിരികെത്തിക്കാനോ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ. അവൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ ശരിക്കും ഞാൻ കേട്ടോണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി എനിക്ക്. ദൈവമേ, എനിക്കറിയത്തില്ല. സിന്ധുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയട്ടായി. അപ്പോൾ ചേട്ടാ ചോദിച്ചു എന്നാ പറ്റി എന്നാന്ന് ചോദിച്ചു. അതിനും പറഞ്ഞു മോളിവിടെ അല്ല ഉള്ളത്, അവർ പുറത്താണ് ഉള്ളത്. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പം 8 മാസം കഴിഞ്ഞ് 9 മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്ടാണ് ഈ 13-ാം തീയതി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടേ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരും, എനിക്ക് അന്നേരം ബിസി ആവും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എന്നോട് പറഞ്ഞതാണ്. അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്നാ പറ്റി തന്നെ അറിയത്തില്ല. മിനിയാന്ന് ആ പെൺകൊച്ചൊന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ തോന്നി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കൊച്ചിന് ഹാർട്ട് ബീറ്റും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തോ ടാബ്ലറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അവിടെ രാത്രിയാണ്. ഇന്ന് നമ്മുടെ ഇവിടുത്തെ 9:30 അങ്ങോട്ട് അവിടെ 3 മണിയോ അങ്ങോട്ടാകത്തുള്ളൂ. ആ സമയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ എന്നോട് പറയായിരുന്നു. ഞാനതിനെ ഫോൺ മേടിച്ചു കേട്ടോ. അതിന് വലിയമായി കരയുവാണ് കേട്ടോ. ഒരമ്മയുടെ കരച്ചിൽ, ഒരമ്മയുടെ ഒരു വേദന എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്ത് എന്തിനെക്കാട്ടും വലുതാ. സത്യം ഞാൻ പറയാം. നമ്മൾ വിചാരിക്കും നമ്മളോട് നമ്മുടെ അമ്മമാർക്ക് സ്നേഹമില്ല, അല്ലെ അപ്പന്മാർക്ക് സ്നേഹമില്ല, അവർ നമ്മളെ ഒന്ന് വഴക്ക് പറയുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അതൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും ഒന്നും പറ്റുമ്പോഴത്തേനും നമ്മുടെ ഒരു ചങ്ങിനകത്തൊരു വിറയലുണ്ട്. അയ്യോ സത്യം ഇന്ന് രാവിലെ ആ ചേച്ചിയുടെ അത് കേട്ടപ്പോഴത്തേനും ഞാൻ മനസ്സിൽ ഓർക്കുവാണേ. അതും കണ്ടെത്താൻ ദൂരത്താന്ന് ഓർക്കണം, ഓടി എത്തിപ്പെടാൻ പറ്റില്ല. അവർക്ക് അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഒരു വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു ഫാമിലി അല്ല. അപ്പോൾ അവർക്ക് ഓടി വേണമെങ്കിൽ പോകാം. പക്ഷേ ഓരോ റൂൾസ് ഉണ്ട് ഓരോ നാട്ടിലോട്ട് പോകണമെങ്കിലും കാര്യങ്ങളിലും ഒക്കെ. അപ്പോൾ ആ മോളുടെ അടുത്ത് എത്തിപ്പെടാനായിട്ട് പറ്റത്തില്ലാത്ത ഒരു സ്ഥലമാണ്. ആ മോക്കും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ആ കുഞ്ഞിൻ്റെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞേക്കുന്ന ദിവസമാണ്. എന്തായാലും മാതാവിലൊക്കെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അവർ ഹിന്ദുക്കളാണ്, നമ്മളെപ്പോലെ തന്നെ ഹിന്ദുക്കളാണ്. പിന്നെ ഭയങ്കര എല്ലാ അമ്പലങ്ങളിൽ കൂടെയും കാര്യങ്ങളിൽ കൂടെയും ഒക്കെ പോവുകയും വഴിപാട് നടത്തുകയും ഭയങ്കര പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരെയും ഒക്കെയാണെന്ന് തോന്നുന്നു. ഒത്തിരി മനുഷ്യരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന പാവങ്ങളെയൊക്കെ ആണെങ്കിലും അവർ ആരാൻ്റെ ഒക്കെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അവർ. പക്ഷേ ദൈവം ഓരോരോ രീതിയിൽ എന്തെങ്കിലും ദൈവമല്ല കേട്ടോ. ദൈവം നമുക്ക് പിശാച് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ തരുന്ന സത്യം. ഓരോ അച്ഛന്മാരുടെയൊക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്കറിയില്ലേ ചിലപ്പം അത്ര. പക്ഷേ ആ പെൺകുഞ്ഞിനൊന്നും ആവരുതേന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. എന്തായാലും ഞാൻ രാവിലെ പോയി തിരിയൊക്കെ കത്തിച്ചിട്ട് വരാം.
എന്തോ ഒരു രാവിലെ ചേട്ടാ രാവിലെ അന്നേരം തന്നെ ചളിപ്പോൾ ക്ഷണിയിട്ട് ഭയങ്കര വിഷമമായി പോയി ചേട്ടായിക്കും. പിന്നെ പെട്ടെന്ന് കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ച് തിരിയൊക്കെ കത്തിച്ച് സംഭരണിയൊക്കെ കത്തിച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് എന്നോട് വന്ന് പറയാം, ഞാൻ ഇന്ന് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അടി പ്രാർത്ഥിച്ചു, ആ മൂക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, അതിന് താങ്ങാൻ അതിന് സഹിക്കാനുള്ള ശക്തി കിട്ടണേന്ന്. കാരണം നമുക്ക് നമ്മളെ ആരൊക്കെ എന്തൊക്കെ ദ്രോഹിച്ചാലും വേദനിപ്പിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു രോഗം വന്നാലും അത് നമ്മൾ മാത്രമേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മുടെ ശരീരത്തിൽ ഒരു വേദന വന്നാലും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു വേദന വന്നാലും വേറൊരാൾക്ക് അത് പകത്ത് മേടിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ തന്നെ അത് സഹിക്കാൻ താങ്ങുകയും ചെയ്യണം. അതുകൊണ്ട് ചേട്ടാ എന്താ പറയുന്നത്, ആ കുഞ്ഞിന് താങ്ങാനും സഹിക്കാനും ഉള്ള ശക്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് ചേട്ടായിട്ട് ഒത്തിരി ബഹുമാനം തോന്നി കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാൻ പോയി തിരിയൊക്കെ കത്തിച്ചിട്ട് വരാം. ബാക്കി മഞ്ഞിൽ കുതിർന്ന് നിൽക്കുന്ന കണ്ടോ, നമ്മുടെ മുറ്റത്തേക്ക് പോയി മഞ്ഞ് കുറഞ്ഞു. എന്നാലും നോക്കിയാൽ മലയുടെ അവിടോട്ടൊക്കെ നോക്കി, അതേ മഞ്ഞക്കിളി വരുന്നുണ്ട് കേട്ടോ. ഇതന്നെ ഇറങ്ങിയിട്ട് കയറി പോകുന്നേ. ഭയങ്കര മഞ്ഞ. അതേ നമ്മൾ തറയൊക്കെ വെള്ളം വീണിട്ടേ മഞ്ഞിൻ്റേതാണ് ഇത് ഉണ്ടോ. മഞ്ഞക്കിളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഏട്ടാ ടീഷർട്ട്? സൂപ്പറാണോ? അടിപൊളി. ഓ സമയം പോയി, 7:30 കഴിഞ്ഞു. ഓടുക, 4 കാലം പറിച്ച് ഓടുക. 7:30 കഴിഞ്ഞത് പറഞ്ഞ നല്ല രസമുണ്ട് കേട്ടോ. കറുത്തമാണ്ടായിരുന്നു അതിൻ്റെ കൂടെ നല്ലത്. കണ്ടോ പോകുന്നേ. ഇന്നലെ അവിടെയാണ് പാമ്പിനെ കണ്ടേ. അപ്പം ചേട്ടായി പോയി. അപ്പോൾ രാവിലെ തന്നെ ഇന്നുണ്ടല്ലോ എൻ്റെ ഒരു ചേച്ചിക്കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നേ, ഒന്ന് മോളെ ഒന്ന് പോയി തിരികെത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മാതാവിൻ്റെ അടുത്ത് തിരികെത്തിക്കാൻ പോകുന്നുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ 8:30 കട തുറക്കില്ല തിരികിട്ടണമെങ്കിൽ. അതുകൊണ്ട് ചേട്ടയുടെ കൂടെ പോകാനല്ലേ, ഞാനിപ്പോൾ ചേട്ടയുടെ കൂടെ അങ്ങ് പോയേനെ. എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ, ഒരാത്തും ആ കുഞ്ഞിന് വരുത്തിയേക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവമേ, നിങ്ങളും എൻ്റെ കൂടെ ഒപ്പം ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഒരു കുഴപ്പമില്ലാണ്ട് അവൾക്ക് സഹിക്കാനുള്ള ശക്തിയും കരുത്തും ഒക്കെ കൊടുക്കണേന്ന് എൻ്റെ മാതാവമ്മേ. തിരിയൊക്കെ മേടിച്ചിട്ടുണ്ട്, കൊണ്ട കത്തിക്കട്ടെ. എൻ്റെ അമ്മ മാതാവേ, എല്ലാവരെയും കാത്തേക്കണേ, ഒരാവത്താവത്തം വരുത്തരുത്, ഇങ്ങനെ വേദനിക്കാതെ. എൻ്റെ അമ്മ മാതാവേ, എല്ലാവരെയും കാത്തേക്കണേ മാതാവമ്മേ. എൻ്റെ അമ്മ മാതാവേ, എല്ലാവരെയും കാത്തേക്കണേ. ഇങ്ങനെയുള്ള വിഷമങ്ങളും വേദനകളും ആർക്കും കൊടുക്കല്ലേ. എൻ്റെ അമ്മയെ കാത്തു പരിപാലിക്കണേ. എൻ്റെ അമ്മയെ ആ കുഞ്ഞിന് താങ്ങാനുള്ള ശക്തിയെല്ലാം കൊടുക്കണേ. അങ്ങനെ ഞാൻ ഉപ്പുകറക്കൊക്കെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു. എന്തോ ഒരു ഭയങ്കര ഉള്ളിനുള്ളിലൊരു വിങ്ങൽ, ഒരു ഭയങ്കര ഒരു വിഷമം, ഒരു എന്നാന്ന് എനിക്കറിയത്തില്ല, അത്ര ഒരു നീറ്റലൊരവസ്ഥ, ഒരു ഭയങ്കര ഒരു വേദന. പോയി മാതാവിൻ്റെ അടുത്ത് എന്നാലും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ചേട്ടയുടെ കടയിലൊന്ന് പോയി. ചേട്ടയുടെ കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി പോയതല്ല, നമ്മുടെ ജോണിൻ്റെ അടുത്ത് പോയി. എൻ്റെ മറ്റേ യൂട്യൂബിൻ്റെ ഫോൺ ഇത് കണ്ടോ, വീണ്ടും ഇത് കേടായി പോയായിരുന്നു, ഈ ചാർജ് കയറുന്നില്ല. അപ്പോൾ കുറേ ദിവസം എനിക്ക് വാട്സപ്പൊന്നും യൂട്യൂബിൽ നോക്കാൻ പറ്റുന്നില്ല. 3-5 ദിവസമായെന്ന് തോന്നുന്നു, ഒരാഴ്ച മുകളിലായെന്ന് തോന്നുന്നു. അപ്പം ചാർജ് കയറുന്നില്ല. പിന്നെ ഞാനിപ്പോൾ പോയി വീണ്ടും റെഡിയാക്കി കൊണ്ടു. പിന്നെ ഇന്ന് ഇതുവരെ ഒന്നും നാഴി അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ഉപ്പുമാവും പഴം കൂടെ കഴിച്ചു. ഒന്നും ഉണ്ടാക്കാനും ഒന്നും ഒരു ഉഷാറ് തോന്നില്ല. പക്ഷെ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്നപ്പോഴത്തേനും നമുക്കൊരു ആകെപ്പാടെ ഒരു മൂഡൗട്ടാവും. പിന്നെ ഞാനിപ്പം വന്നപ്പം നമ്മുടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ബെന്നിയുടെ കടയുണ്ട്, നമ്മുടെ പരടിപ്പുറത്ത്. അപ്പം നങ്കുണ്ടെങ്കിൽ ഉണക്കനങ്കുണ്ടെങ്കിൽ മേടിക്കാമെന്ന് ഓർത്തോണ്ട് നോക്കിയതാണ്. അപ്പോൾ ഇല്ലായിരുന്നു, ഉണക്കനങ്കില്ല. പിന്നെ ഞാൻ തുണ്ടമ്മയും മേടിച്ചു. തുണ്ടൻ എന്നാണ് പറയുന്നത്, ഇതിന് നിങ്ങളുടെ കട എന്നാ പറയുന്നത് എത്ര. അപ്പം ഞാൻ ഇച്ചിരി മുറിച്ച് വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ചു. ചേട്ടായി വരുമ്പോഴത്തേക്ക് ഉപ്പൊക്കെ പോട്ട് വറുത്ത് വെക്കാം, പിന്നെ എന്തെങ്കിലും കറി വെക്കണം. പക്ഷെ എന്നാണ് എനിക്ക് ഒരു ചതഞ്ഞൊരവസ്ഥ ഇതുണ്ട്. ഞാൻ ഇത്ര സമയമായി, ഈ സമയം കൊണ്ട് എൻ്റെ വീട്ടിലെ പരിപാടികൾ മൊത്തം കഴിയുന്നത് കണ്ടോ. സമയം നിങ്ങൾ 12:30ആയി. ഉച്ചയ്ക്കത്തേനുള്ള ഒരു കാര്യവും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ലെന്നുള്ളതാണ്. മനസ്സ് ശരിയല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതൊരു ഭയങ്കര ഇതാണ്. പക്ഷേ ചടഞ്ഞടഞ്ഞ് കൂടിയിരുന്നാൽ പറ്റിയല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ അടുക്കളയോട്ട് ഇപ്പം വന്ന് കയറിയതാണ്. കുറേ സമയം വന്നിട്ട് ആ ഡൈനിങ് ടേബിളിലും സെറ്റ് ചെയ്യലും അവിടെ ഇവിടെയൊക്കെ മാറി ഇരുന്നു. ഒന്നും ചെയ്യാനൊരു ഉഷാറില്ല. കണ്ടിച്ച് വെള്ളത്തിൽ ഇട്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേനേ ഇതിൻ്റെ ഉപ്പ് പോയി കഴിയത്തുള്ളൂ. ഭയങ്കരമായിട്ട് ഉപ്പ് പിടിക്കുന്ന ഒരു മീനാണ്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ. ഉപ്പൊക്കെ പോയി കിടക്കട്ടെ എന്ന് വിചാരിച്ച് ചേട്ടായി വരുമ്പോഴത്തേനും വറക്കാം. പിന്നെ പച്ചരി വെള്ളത്തിൽ ഇട്ടു. ഇനി അവിടെ തുണി മുകളിൽ കിടപ്പുണ്ട്, പോയി എടുത്തുകൊണ്ട് വരട്ടെ. കുറേ ഉണ്ട് കേട്ടോ, അലക്കിയിട്ടത് ഉണങ്ങാൻ കിടന്നത്. ഇനി അത് ഒന്ന് മടക്കി വെക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇന്ന് ഒന്നിനും ഒരു ഉഷാറില്ല. എന്തോ ഒരവസ്ഥ. ഇന്നലെയാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ കണക്ക് ചാച്ചനെ അമ്മേനെയൊക്കെ കാണാൻ പോയിട്ട് വന്നിട്ടേ ബാക്കി അത്ര സമയം കൊണ്ടും പിന്നെ രാവിലെ പോകുന്നതിന് മുമ്പായിട്ടും ഒക്കെ ഒരു 2-3 റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തേ. പക്ഷെ എനിക്കിന്ന്
ഒട്ടും അങ്ങോട്ടൊരു മനസ്സിനൊരു എന്തോ ഒരു വിഷമം, എന്തൊക്കെയോ ഒരു ഉള്ളിനുള്ളിലൊരു നീറ്റലോ എന്നാണ് എൻ്റെ ദൈവമേ. വേറെ ഒരു വേദനയായിട്ടുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇടവരുത്താതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ ഈശ്വരൻ. അതേ ഉള്ളൂ ഇപ്പോൾ ഒരു പ്രാർത്ഥന. വിളിക്കുമ്പോഴത്തേക്കും ആ ചേച്ചിനെയാണേലും രാവിലെ തന്നെ ഞാൻ പിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. കരച്ചിലാണ്, സൗണ്ട് പോലും വരുന്നില്ല ആൾക്ക്, സങ്കടം കൊണ്ടേ കരഞ്ഞ്. എൻ്റെ ദൈവമേ, എന്നാ പറയണ്ട കാര്യമില്ല. കല്യാണിക്കുട്ടീനെ ഇന്നലെ വഴക്ക് പറഞ്ഞു വിട്ടതുകൊണ്ട് കല്യാണിക്കുട്ടി ഇന്ന് കയറി വന്നിട്ടില്ല. ഇന്ന് തന്നെ അവൾ സ്കൂളിൽ പോയിട്ടില്ല, തിങ്കളാഴ്ചയെന്ന്. ഇനി പനിയാണോ എന്നാണോ, പോയിട്ടില്ല, അവിടെ ഇരിപ്പുണ്ട്. ഒച്ച കേൾക്കുന്നുണ്ട് താഴേന്ന്. അപ്പോൾ ഇവനെ ഇനി മടക്കി അതേതായ സ്ഥലങ്ങളിലും കൂടെ ഒന്ന് വെക്കട്ടെ. സമയം 2:30 ആകുന്നതേ ഉള്ളേ. കണ്ടോ, ഒരുമാതിരി മഴ മൂടൽ വന്നിട്ട് ഇരുട്ട് പോണക്ക്, എന്തോ ഭയങ്കര ഒരു ഇരുട്ട് പോലെ. കറണ്ട് പോയാൽ പണി കിട്ടും. ഞാൻ ഇച്ചിരി അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പത്തിന്. ഇത് കണ്ടോ, ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കട്ടെ. ഇത് കണ്ടോ, ഇത് കിളിയുടെ പരിപാടി. ഇത് മൊത്തം രാവിലെ വന്ന് ഇത് കണ്ടോ, എത്ര എണ്ണമെന്നറിയോ, 10-25 എണ്ണം വെച്ചൊക്കെ ഉണ്ട്. ഇന്ന് രാവിലത്തെ പരിപാടി. ഇന്നലെ ഞാൻ ഇതെല്ലാം തുടച്ചിട്ടതാണ്. കണ്ടോ, ഇത് കണ്ടോ. ഇതെന്നാ ചെയ്യുന്നറിയോ, ഇതുങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ജനലിലേക്കൂടെ നോക്കുമ്പോൾ അതുങ്ങളുടെ നിഴൽ അവിടെ കാണും. അതാന്ന് തോന്നി ഈ കസാര തുടച്ച് മാറ്റിയെടുത്ത് അകത്തെങ്ങാനും ഇടാൻ, അല്ലാതെ രക്ഷയില്ല. കണ്ടോ, ഇത് മൊത്തം കിളികിടപ്പിയ. ഇപ്പം മഴ പെയ്യും തോന്നുന്നു, അതേ സൈസ് ഇരുട്ട് കേട്ടോ. ഇത് ചേട്ടായി വളം മേടിച്ചുകൊണ്ട് വെച്ചിരുന്നു, ഇനി അതൊന്ന് കലക്കി വെക്കണം. നമ്മുടെ തെങ്ങിൻ്റെ തേങ്ങ കേട്ടോ, ഇവനെ പൊതിച്ചെടുക്കാൻ പാടാം. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കാൻ പോവാം കോടാലി വെച്ച്. എന്നിട്ട് നമുക്ക് അപ്പത്തിന് ഇവനെ അരയ്ക്കാം. തേങ്ങാ വെള്ളത്തിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഇച്ചിരിച്ചേ ഉള്ളായിരുന്നു കേട്ടോ ഉണക്കത്തേങ്ങ. നമ്മുടെ തെങ്ങിൻ്റെ തേങ്ങ ഇതേ ഉണക്കുള്ള തേങ്ങ കിട്ടേണ്ടതാണ്. പൊഴിഞ്ഞ് ചാടിക്കിടക്കുന്നത്. അപ്പോൾ ഇച്ചിരി ചകിരിയുടെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇവനെ നമുക്ക് പൂളി മൊത്തത്തിലെടുത്തിട്ട് നമുക്ക് കഴുകിയിട്ട് അരിഞ്ഞ് മിക്സിക്കകത്ത് അരച്ചെടുക്കാവേ. അപ്പം ഞാൻ കള്ളപ്പത്തിന് അരച്ച് വെക്കാൻ പോവാം കേട്ടോ. ഇത് കണ്ടോ, തേങ്ങാ വെള്ളത്തിലോട്ട് ഞാനൊരു കുറച്ച് ഈസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുവേ. വളരെ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നുമില്ല. ചിലരൊക്കെ ഒത്തിരി ഇടുന്നതാണ്. നമ്മളൊരു പേരിനേക്ക് വേണ്ടിയിട്ട് ഇടും ഈസ്റ്റ്. പിന്നെ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇച്ചിരി പഞ്ചസാര. ഇത് കണ്ടോ, തേങ്ങ ഇപ്പോൾ കഴുകി നീറ്റാക്കി എടുത്തപ്പോൾ വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ ആ തേങ്ങാ വെള്ളത്തിനകത്തോട്ട് പഞ്ചസാരയും ശകലം ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി മിക്സാക്കി വെക്കും. അപ്പോൾ ഒരു കള്ളിൻ്റെ ഒരു ഇത് വരും. പിന്നെ ഇത് കണ്ടോ, ഈ തേങ്ങയ്ക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പം നല്ല അടിപൊളി തേങ്ങയല്ലേ. അപ്പോൾ ഇത് ഫുള്ള് വേണ്ട, ഇത് 2 തേങ്ങ ഉണ്ട്. ചിരണ്ടി കഴിയുമ്പോഴത്തേനും ഒത്തിരി ആകുമായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ പീസാക്കി വെച്ചേക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഒരു 1.5 തേങ്ങയുടെ അത്രയും ഉള്ള അളവിനുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ അരി കഴുകി വെച്ചേക്കുന്നു. പിന്നെ ചോറും കൂടെ ഇച്ചിരി ചേർക്കും കേട്ടോ, അരയ്ക്കാനായിട്ട്. അത്രയും സാധനമാണ് ഞാൻ ആ കള്ളപ്പത്തിന് ചേർക്കുന്നത്. പിന്നെ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് അമ്മ വരുമെന്ന് പറഞ്ഞുകൊണ്ടാകട്ടെ ഞാൻ രാവിലെ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടത്. പക്ഷെ അമ്മ ഇട്ട് വന്നില്ല, എന്നെ പറ്റിച്ച് കളഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കള്ളപ്പം. അതുകൊണ്ടാണ് ഞാൻ അരി വെള്ളത്തിൽ ഇട്ടേ. പോട്ടല്ലേ. അപ്പത്തിനൊക്കെ അരച്ച് വെച്ചു. കള്ളപ്പമാണെന്നൊക്കെ സിന്ധുമ്മ പറഞ്ഞല്ലോ. കള്ളപ്പത്തിന് തേങ്ങായും ചെറുജീരകവും ചുവന്നുള്ളിയും എല്ലാം അരയ്ക്കുന്നതെന്നൊക്കെ ചിലർ സംശയം ഓർക്കും. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ എന്നൊക്കെ. ചുവന്നുള്ളിയും ചെറുജീരകവും മസ്റ്റാണ് കേട്ടോ കള്ളപ്പത്തിന്. പക്ഷെ ഞാൻ ഈ കള്ളപ്പത്തിന് എന്നെ കള്ളപ്പെന്ന് പേരിട്ടിട്ട് അരയ്ക്കാച്ചെന്നറിയോ, ഞാൻ ഇരിക്കുന്നിരിപ്പോൾ ഇതിപ്പോൾ അമ്മയും കൂടെ വരുമെന്ന് പറഞ്ഞ് ഞാൻ 3-4 ദിവസത്തിന് വേണ്ടിയിട്ടുള്ളത് അങ്ങ് അരച്ചു. അരയ്ക്കുമ്പോൾ ഞാൻ 3-4 ദിവസത്തിന് അരയ്ക്കും. അപ്പോൾ എന്നെ ഇതെന്ന് വിവരിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 ദിവസം ഞാൻ മറിച്ചിട്ട് കള്ളപ്പന്മാരി ഉണ്ടാക്കിയിട്ട് ബാക്കി മാവിരിക്കുകയാണെങ്കിൽ അതിനകത്തൊരു ശല റവയൊക്കെ കൂടെ ചേർത്ത് ഇച്ചിരി തേങ്ങയും ഏലക്കയും ജീരകമൊക്കെ കൂടെ ചേർത്തിട്ട് പട്ടയപ്പം ആക്കും. അപ്പോൾ ഉള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉള്ളിയും ജീരകവും ചേർക്കാണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും പാലപ്പത്തിന് അരയ്ക്കുമ്പം ഇങ്ങനെ തേങ്ങ അരച്ചേക്കരുത്. അപ്പം കളറില്ലാണ്ട് അഴുക്കായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ കലക്കൊന്നും വെച്ചില്ല. അതെ ഇപ്പം നേരത്തെ അരച്ചതുകൊണ്ടുണ്ടല്ലോ ഞാൻ കലക്കാതെ കണ്ടോ ലാസ്റ്റ് കഴുകി ഒഴിച്ച് ആ വെള്ളം കാണത്തില്ലേ, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ. അപ്പം ഇങ്ങനെ തന്നെ വെച്ചിട്ട് സന്ധ്യാവുമ്പത്തിനും പൊങ്ങിക്കോളും. അത് കഴിഞ്ഞിട്ടല്ലേ നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. വലിയ ചേട്ടായി എന്നെ ഒരു പണി ഏൽപ്പിച്ചിട്ട് പോയതാണ് കേട്ടോ. ഇതെന്നാന്നറിയോ, ഓക്ക. ഇതെന്നാന്നറിയോ, പിണ്ണാക്ക്. പശുവിന് കൊടുക്കുന്ന സാധനമാണ് ഇത് രണ്ടും. പിന്നെ ഇത് കഞ്ഞിവെള്ളം. അപ്പം ഇവനെ കൂടെ കുറേശ്ശെ എടുത്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കലക്കി വെക്കണമെന്ന്. അപ്പം ഞാൻ അവനെ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കമ്പി എടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 3-4 ദിവസം ഇങ്ങനെ വെക്കണമെന്ന്. എന്നിട്ട് മൊത്തം അലുത്ത് കഴിയുമ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് കുടിക്കും ചെടിക്കും ഒക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ല വളമാണ്.
അപ്പോൾ നല്ല നമുക്ക് ചാണകം ഇല്ലല്ലോ, ചാണകം കൂടെ ഉണ്ടായിരുന്നു, ഇച്ചിരി ചാണകം കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുട്ടായി എന്നോട് പറയുന്നത് വേപ്പും പിണ്ണാക്കും ഇതെല്ലാം കൂടെ മേടിച്ച് കലക്കി ചെടിക്ക് ഒഴിച്ചു കൊടുത്താലേ ചെടിക്കും പിന്നെ 5-6 കൊടുത്തേ നട്ടിട്ടില്ലേ അതിനും ഒക്കെ വളമാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് സെറ്റാകട്ടെ. ഇവിടെ ഇരുന്ന് കുതിന്ന് മുട്ടയൊക്കെ കിട്ടിക്കൊണ്ട് വെച്ചേക്കാം അല്ലേ. ഒരെണ്ണമേ ഇടുന്നുള്ളൂ കേട്ടോ, 2 ഇടുന്നുണ്ടായിരുന്നു, ഇപ്പോൾ 1 ഇടുന്നുള്ളൂ. എൻ്റെ കൈ ഇപ്പോൾ കണ്ടോണേ, ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? 3 പോറൽ, അതും കമ്പിയുടെ ഇത് കൊണ്ട് മുറിഞ്ഞ കേട്ടോ. 3 4 ഉണ്ട്. 3 അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പോറിപ്പോയി. പിന്നെ കഴിഞ്ഞ ദിവസം TT എടുത്തായതുകൊണ്ട് സാരമില്ല. അത് ഇളക്കാനായിട്ട് പോയപ്പോഴത്തേനും അവിടെ ഇരുന്നൊരു കമ്പിയെ കൊണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ അത്യാവശ്യം പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ. ഇന്ന് വലിയ ഊർജ്ജമായിട്ടുള്ള ഒരു പണിയും കാര്യങ്ങളൊന്നും ചെയ്തില്ല കിച്ചണിലാണേലും. ഇനി എന്നെ ഇച്ചിരി പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് ചേട്ടായിക്ക് ഇഷ്ടമുള്ളത്. കൈ ഇച്ചിരി ഇങ്ങനെ ഉരഞ്ഞിട്ടേ നല്ലതായിട്ട് നീർന്നു. അതെന്നാന്ന് വെച്ചാൽ എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റിയതാണ് കേട്ടോ. ഞാൻ ആ കമ്പി എടുക്കാനായിട്ട് കുനിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരുന്നൊരു വലയെ കൊണ്ടതാണ്. ഇച്ചിരി ഊറിയിട്ട് 4 പോറൽ, അത് തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന പോലെ. അത് ഇച്ചിരി കുളിച്ചിട്ട് വറ്റാൻ്റെ ലിക്വിഡും കൊണ്ട് തുടയ്ക്കാം. അതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ കറുത്ത പാടായിട്ട് കിടക്കും, പൊള്ളി ഇതുപോലെ. എന്തിനാവട്ടെ, അതൊക്കെ ഇതിനകത്തുള്ളതാണ് അല്ലേ. അത് നമ്മുടെ മനസ്സ് ഇതല്ലാണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. ഇതിപ്പോൾ എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റിയതാണ്. പിന്നെ ചേട്ടായി പറഞ്ഞ പണിയൊക്കെ ചെയ്തു വെച്ചു. ഇനിയിപ്പോൾ ഇച്ചിരി വൈകിട്ടത്തേന് ശാലം പരിപ്പ് കറിയും കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തോരൻ വെച്ചു. മീനും ചേട്ടായി വരുമ്പോൾ വറുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. റൈസ് കുക്കറിൽ ഇരിക്കുന്നേ ഉള്ളൂ അരി, അത് തിളപ്പിച്ച് ഊറ്റണം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ലേശം ഉപ്പുമാവ് കഴിച്ചു, പിന്നെ 1-2 പഴവും കഴിച്ചു, പിന്നെ വെള്ളവും കുടിച്ചോളൂ. ഇന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കെന്തോ ഒരു മനസ്സിൽ ഒരു സന്തോഷിച്ച് ആസ്വദിച്ച് കഴിക്കാനോ ഒന്നും ഒരു മൂഡ് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഫുഡൊക്കെ വേണ്ടാന്ന് വെച്ചു. ഉച്ചയ്ക്ക് കഴിച്ചില്ല. 2 പഴവും പിന്നെ വെള്ളം തോരത്തോരെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കും കേട്ടോ. വെള്ളം കുടിക്കുന്ന ഒരു പ്രത്യേകം അറിയാറുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിനാണല്ലോ സ്കിന്നിനാണല്ലോ ഒക്കെ വെള്ളത്തിൻ്റെ ഇത്. അപ്പം അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കും. പിന്നെ അന്നേരം പഞ്ചായത്തിലെ പിള്ളേർ വന്നു വേസ്റ്റ് എടുക്കാനായിട്ട്, പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാനായിട്ട്. പിന്നെ അതുങ്ങളുടെ കൂടെ പോയി പുറകെ കുറേ കുപ്പി ഉണ്ടായിരുന്നു, അതൊക്കെ പിറക്കി കൊടുത്തു. നീറുന്നത് ഇച്ചിരിയേ മുറിഞ്ഞോളെന്ന് പറഞ്ഞാലേ നീർന്ന്. അപ്പോൾ വന്ന് കയറിയത് അവൾമാരേ, ഞാനിവിടെ ഇരുന്ന ഒരു ഈശോയുടെ പാട്ട് വെച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൾമാർ വന്ന് കുഞ്ഞാട്ടം കണ്ട് കൂട്ടിയിട്ട് കറണ്ട് ഇല്ലായിരുന്നു. അപ്പം ഞാൻ കേട്ടില്ല. അപ്പോൾ പൊടപൊടാന്ന് പറഞ്ഞു 5-6 കൂട്ടം. അപ്പം ഞാൻ ചെന്നിട്ട് ചോദിച്ചു ആരാണോ എന്ന് ചോദിച്ചു. എത്ര വിളിച്ച് കേട്ടില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് കണ്ടുപിടി, ഞാൻ ഇത് കേട്ടോണ്ടിരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ സ്കൂട്ടിയൊക്കെ ഓടിച്ചു, വിലസമാണല്ലോ കണ്ടു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂട്ടിയും പഠിച്ചു, കാറും പഠിച്ചു, 2ൻ്റെ ലൈസൻസും കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. 2 പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. എൻ്റെയൊക്കെ ഏകദേശം പ്രായം അടുത്ത് വരുന്നവരാ. ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അയ്യോ ഒത്തിരി സന്തോഷമായി, നല്ല അടിപൊളിയായിരുന്നു. അതിന് അല്ല മനസ്സിൻ്റെ നന്മയാണ് അവരുടെ മുഖത്തെ. പെട്ടെന്ന് 2 പേരുടെ മുഖമൊക്കെ സന്തോഷം കൊണ്ട് ഇതായേ. എന്നിട്ട് എന്നോട് പറയാം നല്ല കാര്യമാണ് എന്നാലും പഠിച്ച് 2ൻ്റെ എടുത്തല്ലോ മിടുക്കിയ, നല്ല കാര്യമാണ്. ഈ ഉള്ളിൽ കുശുമ്പുള്ളവർക്കാണ് നമ്മളെന്തെങ്കിലും ഒന്ന് മേടിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊന്ന് പഠിച്ചെടുക്കുന്നത് കാണുമ്പോഴത്തേനും നെഗറ്റീവായിട്ട് വരികയും അല്ലെങ്കിൽ അങ്ങനെയാ ഇങ്ങനെ ഈ വയസ്സാകാലത്ത് അപ്പടിയാ എന്നൊക്കെ പറഞ്ഞ്. അപ്പം വയസ്സെന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. നമുക്ക് എന്ത് വേണേലും ചെയ്യാനായിട്ട് ദൈവം കഴിവും തമ്പുരാൻ്റെ ഒരു എന്നാ പറയുന്നത് കരുതലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് അല്ലേ. അപ്പോൾ ഞാനത് തന്നെ പറയാം, എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഇതുകൊണ്ടൊന്നും അല്ല തമ്പുരാൻ്റെ കഴിവുകൊണ്ടാണ്. അന്നേരം പറയാം ഏറ്റവും ഈ എളിമയോടെ നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാം നടന്ന് കിട്ടുന്നതെന്ന്. മിറ്റമൊക്കെ റെഡിയാക്കിയതൊക്കെ ഉണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ് പോയത് കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ എന്നാ എടുക്കാൻ പോകാമെന്നറിയോ, ചേട്ടായിക്ക് കല്ലുരുക്കി മൂത്രത്തിക്കല്ലിന് ഉള്ളൊരു കല്ലുരുക്കി എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. അത് മൂത്രത്തിക്കല്ലിന് നല്ലതാണ്. ചേട്ടായിക്ക് മൂത്രത്തിക്കല്ല് കൊണ്ടാണ് ഈ വയറിനകത്ത് സൈഡിലൊക്കെ വേദനയെന്ന് അറിയത്തില്ല. അപ്പം അപ്പുറത്തെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ കാണും, പോയി നോക്കാം നമുക്ക്. ദൈവമേ ഇപ്പം ഉണ്ടല്ലോ സന്ധ്യ ആയപ്പോഴത്തേനും ഞാൻ ചുമ്മാ ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. ഇതുകൊണ്ടോ അണലിപ്പാമ്പിൻ്റെ കുഞ്ഞോ ഇത് കൊണ്ടോ, എൻ്റെ പൊന്നേ രക്തയണലി കണ്ടോ, അണലിയാ കടിച്ച എൻ്റെ പൊന്നെ. ഇത് എവിടുന്നാണ് ഇതൊക്കെ കയറി വരുന്നത്? അപ്പം ഇതാണ് കേട്ടോ കല്ലുരുക്കി. കണ്ടോ ഒരു നമ്മുടെ മല്ലിമാരി ഇരിക്കും. ഇതിലൊരു ചെറിയ കുരു ഉണ്ടാകുന്നു. അതിങ്ങനെ വേരോടെ സമം ഫുള്ള് പറിച്ചിട്ട് വന്ന് അരച്ച് പച്ചപ്പാലിനകത്ത് രാവിലെ വെറും വയറ്റി
കലക്കി കുടിച്ചാൽ മൂത്രത്തിക്കലിന് നല്ലതാണ്. ഇതല്ലെങ്കിൽ ഇത് ഇത്രയും മൂത്തതായതുകൊണ്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാലും മതി. കണ്ടോ, ഇതാണ് കല്ലുരുക്കി. എന്തായാലും ഞാൻ എന്നണ്ടൊക്കെ തട്ടിക്കൂട്ടി ഒരു വീഡിയോ ഒപ്പിച്ചതാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. മോളുടെ ഇത് എന്നാ പറയുന്നതിന് മനസ്സുകൊണ്ടെല്ലാം ഇതായി സമാധാനമായിട്ടിരിക്കാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കുക കേട്ടോ. ഇതൊരു കണ്ടൻ്റ് ആക്കിയതാണോ എന്ന് അങ്ങനെ വിചാരിക്കണ്ട. നമ്മൾ ഒത്തിരി പേര് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു ശക്തിയും ബലവും ഒക്കെ ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ദിവസം പിന്നെ എൻ്റെ പഴയ ഫോണിനകത്ത് മെസ്സേജ്, എൻ്റെ ഫോണ് യൂട്യൂബിൻ്റെ ഫോൺ വീണ്ടും ചാർജ് കയറാതൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് 2-3-4 ദിവസമായിട്ട് നോക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരാഴ്ചയായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം ഇന്ന് ഞാൻ ജോണിൻ്റെ അടുത്തുകൊണ്ട് റെഡിയാക്കിക്കൊണ്ടൊക്കെ വന്നതാണ്. അപ്പം ഞാൻ വാട്സപ്പ് തുറന്ന് നോക്കിയപ്പോഴത്തേനും കണ്ടു നമ്മുടെ ഇവിടെ തന്നെ ഉള്ളൊരു ഉഷേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി മരിച്ചുപോയി. അപ്പം ഉഷേച്ചിയുടെ മോള് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മു ഉണ്ടല്ലോ, സിന്ധു ചേച്ചിനെ അമ്മുവിനെയും കാണാൻ വേണ്ടി ഞാൻ കയറി വന്നു. അപ്പം ഡോർ അടച്ചിട്ടൊക്കെ വന്ന് ഞങ്ങൾ ഉഷേച്ചിയുടെ അവിടെ പോയില്ലായിരുന്നോ. അപ്പം വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളൊക്കെ തന്നെ ഒരു മോള് മെസ്സേജ് ഇട്ടേക്കുന്നു, ഡ്രൈവിംഗ് ടെസ്റ്റാണ്, 2 കൊണ്ടിട്ടുകൊണ്ട് കിട്ടാൻ പ്രാർത്ഥിച്ചേക്കണേന്ന്. അങ്ങനെ കുറേ മെസ്സേജുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു 3/4% ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറേ എണ്ണം കൂടെ റിപ്ലൈ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിങ്ങനെ വേറെ ഓരോരോ കാര്യങ്ങൾക്ക് പോയതുകൊണ്ട് കുറച്ച് സമയം നോക്കി കഴിയുമ്പോൾ നമുക്ക് മടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്നാലും എല്ലാവർക്കും തന്നെ റിപ്ലൈ തന്നോളാം കേട്ടോ. അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. ഇങ്ങനെയൊക്കെ പോകുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ഒത്തിരി പേരുടെ പ്രാർത്ഥന ഉള്ളതാണ് ഒന്നുകൂടി ശക്തി ബലം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് കൊണ്ട് ഷെയർ ചെയ്തത് കേട്ടോ. ആ ചേച്ചി ഷെയർ ചെയ്യാനൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ ഒരു അമ്മയുടെ കരച്ചിലിൻ്റെ ദൈവം എന്താണേലും നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടുതൽ കമൻറ്റും ഒക്കെ കൂടെ ഒന്ന് ചെയ്തുതരാം കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.